പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്ത് വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനാണ് വായിച്ചത്. നമ്മൾ ചിന്തിക്കുന്ന വചനം, അവൻ എന്നോട്, യേശു പൗലോസിനോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന ക്രൈസ്തവ വിശ്വാസത്തിൽ നിൽക്കുന്ന വേർപെട്ട കൂട്ടങ്ങളിൽ നിൽക്കുന്ന എല്ലാ ദൈവമക്കളോടും ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിൽ ഇന്ന് നിങ്ങളോടും പറയുവാനുള്ള സന്ദേശം ഇത് തന്നെയാണ്. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പൗലോസിനെ പോലെ ഒരുപാട് പ്രശ്ന സങ്കീർണമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന സമൂഹമാണ് ക്രൈസ്തവ വിശ്വാസികൾ. അങ്ങനെയുള്ള വിശ്വാസ സമൂഹത്തോട് ദൈവത്തിന് പറയുവാനുള്ള സന്ദേശം നാം ഏറ്റെടുത്തുകൊണ്ട് പൗലോസിനെ പോലെ ശക്തി പ്രാപിക്കണം. ഹല്ലേലൂയ. വീണിടത്ത് കിടന്നുരുളാതെ അല്ലെ അവിടുന്ന് എഴുന്നേൽക്കാൻ നമ്മൾ ശ്രമിക്കണം. പല ആളുകൾ ഇതാണ്, വീണിടത്ത് കിടന്നാൽ ഉരുളാൻ തുടങ്ങും, എഴുന്നേക്കാൻ പറ്റാതെ. എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, വീണിടത്ത് കിടന്നുരുളാതെ അവനവിടെ സണ്ടകൂട്ടൻ എഴുന്നേൽക്കുമ്പോഴാണ് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്ന ശ്രോതാവി, എന്നെ കേൾക്കുന്ന യുവക്കാരന്മാരോട് പറയട്ടെ, ബലഹീനത നിനക്ക് കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ കഴിയാതെ നീ നിന്റെ ജീവിതത്തെ നീ ഒടുക്കിക്കളയാതെ സൃഷ്ടാവായി ദൈവം പറയുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ഹൃദയത്തിന്റെ അന്തരാത്മാവ് കൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് നീ ദൈവസനിൽ വിളിച്ചു പറയണം. ഈ പൗലോസിനോട് പറഞ്ഞ പോലെ പറയും, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നുള്ള ദൈവവചനത്തെ എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക്, എന്റെ ഹൃദയത്തിൽ ഇരുമ്പെഴുത്താണി കൊണ്ട് അത് എഴുതി ചേർക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം നമ്മുടെ ഹൃദയത്തിൽ ഇരുമ്പെഴുത്താണി കൊണ്ട് എഴുതി വെക്കണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ കേട്ടോ, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ഈ ദൈവത്തിനും വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതം തകർന്ന് തരിപ്പണമായി മാറത്തില്ല. അപ്പൊ നിങ്ങളിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ സകല ശക്തികളും അല്ലെങ്കിൽ സൃഷ്ടിപ്പിന്റെ ശക്തിയും ഹല്ലേലൂയ ഉണ്ടെന്ന്. കർത്താവിന്റെ ശക്തി, സൃഷ്ടിപ്പിന്റെ ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട് അല്ലേ? ആ ശക്തിയാലാണ് നിങ്ങൾ ബലം പ്രാപിക്കുന്നത്. ദൈവശക്തി എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ അനുദിനം ബലം പ്രാപിച്ചുകൊണ്ടിരിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വചനം പറയുന്നത്, ഹല്ലേലൂയ, രോഗങ്ങളെ സുഖമാക്കുന്ന ശക്തിയുണ്ട്. കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കാനുള്ള ശക്തിയുണ്ട്, അതിശയങ്ങൾ പ്രവർത്തിക്കാനുള്ള ശക്തിയുണ്ട്, അടയാളങ്ങൾ പ്രവർത്തിക്കാനുള്ള ശക്തിയുണ്ട്, ജീവൻ നൽകാനുള്ള ശക്തിയുണ്ട്, സൃഷ്ടിപ്പിനുള്ള ശക്തിയുണ്ട്. രോഗങ്ങളെ സൗഖ്യമാക്കാനുള്ള ശക്തിയുണ്ട്. മാത്രമല്ല, അവസാനം വരെ നിങ്ങളെ കാത്തു സൂക്ഷിക്കുവാനുള്ള രക്ഷയും അവന്റെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. അവസാനം വരെ നിങ്ങളെ കാത്തു സൂക്ഷിക്കാനുള്ള ശക്തിയുമുണ്ട്, അപ്പോൾ തന്നെ രക്ഷയുമുണ്ട്. അവൻ ആകാശവും ഭൂമി സൃഷ്ടിച്ച സർവശക്തനായ ദൈവമാണ്. കർത്താവ് ആകാശവും ഭൂമി സൃഷ്ടിച്ച സർവശക്തനായ ദൈവം 6 ദിവസം കൊണ്ട് സകലത്തിൽ സൃഷ്ടിച്ച് 6-ാം ദിവസം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് മൂക്കിൽ ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയാക്കി തീർത്ത്, ഹല്ലേലൂയ, പിന്നീട് ആദമിന് ഗാഠനിദ്ര വരുത്തി ആദമിന്റെ വാരിയലുകൾ ഒന്നിനെ എടുത്ത് ഒരു നാരിയെ ഉണ്ടാക്കി, സ്ത്രീ ഉണ്ടാക്കി, ആദമിന് തക്ക തുണയായിട്ട് കൊടുത്ത ദൈവത്തിന് സൃഷ്ടിപ്പിന്റെ ശക്തിയുണ്ടെന്ന്, അവനിൽ ജീവന്റെ ശക്തിയുണ്ടെന്ന്. ഹല്ലേലൂയ. പുതിയ നിയമസഭയോട് പറയട്ടെ, അവനിൽ പരിശുദ്ധാത്മാവിന് ശക്തി ഉണ്ടെന്ന്. നീ ഏത് ശക്തിയിലാണ് ജീവിക്കുന്നത്? ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഹല്ലേലൂയ, തന്റെ ജീവിത ബലഹീന സാഹചര്യങ്ങളൊക്കെ കടന്നുപോയപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ യേശു പറഞ്ഞത്, എന്റെ ശക്തി നിനക്ക് മതി എന്ന് പറയുന്നത്. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ബലം നിനക്ക് മതി, എന്റെ സാന്നിധ്യം നിനക്ക് മതി, എന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ മതി. അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ചിന്തിക്കുവാനുണ്ട്. ആകയാൽ അവൻ എന്നിൽ വസിക്കുന്നതിനാൽ, യേശു പൗലോസിൽ വസിക്കുന്നതിനാൽ അവന്റെ ശക്തി എനിക്കും സ്വന്തമാണെന്ന് പറയുവാൻ പൗലോസിന് കഴിയുന്നു.
പൗലോസ് പറയാണ്, ദൈവശക്തി എന്റെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ട് ആ ശക്തി എന്റെ സ്വന്തമാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീയും പറയണം, ദൈവശക്തി എന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ആ ശക്തി എന്റെ സ്വന്തമാണ്. അവൻ എന്റെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ട് ഞാൻ അവനുള്ളതാണ്. ഹല്ലേലൂയ, ഞാൻ അവനുള്ളവളാണ്, അവനുള്ളവനാണ്. അതുകൊണ്ട് സാത്താനെ നിനക്ക് എന്നെ തൊടുവാൻ കഴിയില്ലെന്ന് പറയണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് പറഞ്ഞ, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ ആദ്യം സന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിന്റെ ശക്തി പൗലോസിൽ ആവസിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? പൗലോസ് അതിസന്തോഷത്തോടെ, സന്തോഷമല്ല, അതിസന്തോഷത്തോടെ പൗലോസിന് ബലഹീനതകളിലാണ് പ്രശംസിക്കുന്നത്. അത് ഇവിടേക്കാണ് ജയം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഈ വചനത്തിന്റെ സംഭവചരിത്രം വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 12-7 വാക്യം തൊട്ട് വായിക്കണം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ വെളിപ്പാടുകൾ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണ് യേശു പറഞ്ഞ, എന്നോട് എന്റെ കൃപ നിനക്ക് മതി എന്ന് പറയുന്നത്. എന്റെ ശക്തി ബലഹീന തകഞ്ഞു വരുന്നൊരു മറുപടി ദൈവം കൊടുത്തു. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത് പൗലോസിന്റെ ജഡത്തിലെ ശൂലത്തെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ ശൂലത്തെ കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. പൗലോസിനെ കുത്തുവാൻ സാത്താനെ അനുവദിക്കുമ്പോൾ തന്നെ കർത്താവ് തന്റെ കൃപ അവന് കൊടുക്കുക. ഹല്ലേലൂയ. ഗലാത്യലേഖനം 6 വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന 11 വാക്യമൊക്കെ, ഗലാത്യലേഖനം 4:13 വായിച്ചാലും നമുക്കത് കാണാൻ കഴിയും. ഹല്ലേലൂയ. വീണ്ടും കാണുന്നുണ്ട്, അത് കണ്ണിനുണ്ടായിരുന്ന ഒരു അനുഭവം അസുഖമായിരുന്നത് പറയുന്നു. പൗലോസിന് ബലഹീനത കണ്ണിനുണ്ടായിരുന്ന ഒരു ബലഹീനതയാണ് അന്ന് പറയുന്നു. മറ്റൊന്ന് പറയുന്നത്, സ്തോത്രമല്ലിയ, നിന്ദയോ വെറുപ്പോ കാണിക്കാതെ എന്ന് പറയുന്നതിൽ നിന്ന് അവനെ നിന്ദിക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും വൈകല്യങ്ങൾ അവനുണ്ടായിരുന്നു എന്ന് ചിലർ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. മറ്റൊരു ഇത് പറയുന്നത്, ഒരുപക്ഷെ തനിക്കേറ്റ അതികഠിനമായ പീഡനങ്ങളുടെ ബാക്കി പത്രമായിരുന്നു എന്ന് കണക്കാക്കുന്നവരുണ്ട് പൗലോസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ശൂലം സാത്താന്റെ ദൂതനാണെന്ന് താൻ തന്നെ പറയുന്നു. അപ്പോൾ അത് ദൈവം ഇയ്യോബിന് വരുത്തിയ കഷ്ടതകളോട് സാമ്യമുള്ളവയാണെന്ന്. അങ്ങനെ വ്യത്യസ്ത നിലകളിലാണ് ഈ ശൂലത്തെ കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിപ്പാൻ, വെളിപ്പാട് ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിന് ശൂലം തന്നിരിക്കുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ അതിന് വ്യത്യസ്ത കാരണങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്നത്തെ ജനം എങ്ങനെയാണ് നിഗളിക്കുന്നത്? ഇന്നത്തെ ജനം ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന്, പ്രത്യേകിച്ച് ദൈവമക്കൾ പണത്തിന്റെ ആധിക്യത്താൽ, വെളിപ്പാടുകളുടെ ആധിക്യമൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. പണത്തിന്റെ ആധിക്യത്താൽ നിഗളിച്ച് നടക്കുക. ഇപ്പം ഇന്നത്തെ സമൂഹത്തെ കണ്ട് പണത്തിന്റെ ആ ദിവ്യാഗ്രഹം, എത്ര കിട്ടിയാലും മതിയില്ല, എത്ര കിട്ടിയാലും മതിയില്ല, പിന്നെയും തന്നു എന്ന് പറയുക. നമുക്കറിയാം, കോട്ടയത്തും കൊട്ടാരക്കരയും ഒക്കെ എനിക്ക് തോന്നുന്നു 20 വർഷമായി ആലയം പണിക്ക് പൈസ ചോദിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെയും ആലയം പണി തന്നിട്ട് ഇവരെ പൈസ വിട്ട് കിട്ടിയിട്ട് ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക പലരും. അല്ലെങ്കിൽ ഈ കിട്ടിയതല്ല എന്ത് ചെയ്തു, കിട്ടിയതല്ല ഇവിടെ കൊണ്ടുപോയി. അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, വെളിപ്പാടുകൾ ആധിക്യത്താൽ, ഹല്ലേലൂയ, ആധിക്യത്താൽ, ഹല്ലേലൂയ, ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിന് ശൂലം തന്നിരിക്കുന്ന പൗലോസ് പറയും, നിന്റെ ദിവ്യാഗ്രഹം മുഖാന്തരം, നിന്റെ ധനാർത്തി മുഖാന്തരം, നിന്റെ ആർത്തി മുഖാന്തരം നിഗളിച്ച് നടക്കുന്ന നിനക്കൊരു ശൂലം വരാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വയം പ്രശംസ, ആത്മപ്രശംസ, അഹങ്കാരം, ഈഗോ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ജാതികൾ ചെയ്യുന്ന പോലെ ചില ദൈവദാസന്മാർ, ചില ദൈവമക്കൾ നിഗളിച്ച് നടക്കുക. ശുശ്രൂഷ അങ്ങോട്ട് കർത്താവ് കരങ്ങളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോഴും ഇപ്പം കാണിക്കുന്ന നിഗളമൊന്ന് കാണണം. ശുശ്രൂഷ കർത്താവ് ഇതിനെ വിശ്വസ്തത ചെയ്യുമെന്ന് കണ്ട, പക്ഷെ ശുശ്രൂഷ അങ്ങോട്ട് ദൈവം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്തു? വെളിപ്പാടുകൾ ആധിക്യത്താൻ നിഗളിച്ച് നടക്കുന്ന സഹോദര സഹോദരി, ദൈവാത്മാവ് പറയുന്നത്, നിനക്കും ഒരു ശൂലം വരാൻ പോകുന്നു. നീ കർത്താവിനെയല്ല ഉയർത്തുന്നത്, നീ നിന്റെ നാമത്തെ ഉയർത്തുന്നത്. ഹല്ലേലൂയ. നിന്നെയാണ് നീ പ്രശംസിക്കുന്നത്. പൗലോസ് പറയുന്നത്,
അല്ലെങ്കിൽ പൗലോസ് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ സ്തോത്രം. പൗലോസ് പറയുന്നത് എന്താണ്? ഞാൻ ആദ്യ സന്തോഷത്തോടെ ബലഹീനതകൾ പ്രശംസിക്കുക എന്നാണ്. പക്ഷെ നീ എന്താ ചെയ്യുന്നത്? നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് നീ അങ്ങ് പ്രശംസിച്ചുകൊണ്ടിരിക്കുക, നീ നിന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുക. നിനക്ക് താഴെ വീഴാൻ സമയമായെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം കേട്ടോ. അല്ലെങ്കിൽ അപ്പൊ നാം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ നാം മറ്റെന്തിനു മഹത്വം കൊടുത്താലും അതെല്ലാം തകർന്ന് തരിപ്പണമാകും. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-14 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെ, ഞാൻ ശരീരത്തിന്റെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പൗലോസ് പറയുന്നു, ഞാൻ ജഡത്തിലെ ബലഹീനത നിമിത്തം അല്ലെങ്കിൽ ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിച്ചല്ലോ. പൗലോസിന് ജഡത്തിൽ ബലഹീനതയുള്ളപ്പോഴും എന്താണ് പൗലോസ് ചെയ്യുന്നത്? താൻ സുവിശേഷം പ്രസംഗിക്കുക. ലേരിയ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ, ഒരു ശുശ്രൂഷയൊക്കെ ചെയ്ത് ഇച്ചിരി ക്ഷീണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അല്ലേലിയ പിന്നെ അല്ലേലിയ അങ്ങ് ഭാരപ്പെടുക. കഴിഞ്ഞ ദിവസം ഞാനൊരു മെസ്സേജ് എൻ്റെ ഒരു സുഹൃത്ത് തൊട്ടാ, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് കേൾക്കുന്നുണ്ടെങ്കിൽ അത് ചിന്തിക്കണം. ശുശ്രൂഷയൊക്കെ കഴിഞ്ഞപ്പോൾ വീഡിയോയ്ക്ക് മുമ്പിൽ വലിയ പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോ എടുത്തിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അധികമായി ശുശ്രൂഷ ചെയ്തു വളരെ ക്ഷീണം കണ്ട് പെടലിക്കൊക്കെ അല്ലേലിയ വേദന എടുത്തുകൊണ്ട് ഞാൻ എടുത്ത ഫോട്ടോയിൽ കുനിവ് വന്നതാ അല്ലേലിയ. എന്നിട്ട് മറ്റൊരാളെ ഞാനും പൊങ്ങിച്ചത്. ഞാൻ ചോദിക്കട്ടെ സഹോദരൻ, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ നിയമവ്യവസ്ഥയുണ്ട്. താങ്കൾ ഇനി എന്നെ വിമർശിച്ചെന്ന് പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് പ്രശ്നമില്ല, ഞാൻ അത് കേട്ടത് കൂടി നടിക്കത്തില്ല. പൗലോസ് പറഞ്ഞത് എന്താണ് ഇവിടെ? പൗലോസ് പറഞ്ഞത് കേൾക്ക് അല്ലേലിയ. പൗലോസിന്റെ ബലഹീനതകളിൽ ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു എന്നാണ്. പക്ഷെ നമ്മൾ ശുശ്രൂഷ ചെയ്ത് കുഴഞ്ഞു എന്നാ പറയുന്നത്. യേശു നോക്ക്, 33 തീവ്യസ് ഭൂമിയിലായിരുന്നപ്പോൾ 3.5 വർഷത്തെ തന്റെ ശുശ്രൂഷയിൽ യേശു കുന്നും മലകളും കയറിയിറങ്ങി അല്ലെങ്കിൽ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ബലഹീനതയുടെ അനുഭവത്തെ കടന്നുപോയപ്പോഴും യേശു ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, പൗലോസ് പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാ പറയുന്നേ? അല്ലേ, ഇന്നത്തെ കാലഘട്ടത്തിൽ അവനവൻ സ്വയം പുകഴ്ത്തുക എന്ന് പറഞ്ഞ് ഈ ശുശ്രൂഷയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൂടവെടുത്ത് കരികല്ലിൽ അടിച്ച പോലെ. അല്ലേ, അങ്ങനെയൊന്നുമല്ല ശ്രോതാവേ. അല്ലേ, ഞാനൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൂടവെടുത്ത് കരികല്ലിട്ടടിച്ച് കരികല്ല് പൊട്ടിച്ച് ലോഡ് ചെയ്തിട്ടുള്ള ആളാ. അല്ലേ, ലോഡിങ്ങിന് പോയിട്ടുണ്ട്. അല്ലെ, കൂടെ അടിയൊക്കെ എനിക്ക് വരാം. അല്ല, ഞാൻ കൂടെ അടിക്കാൻ കല്ല് പൊട്ടിച്ച് ഈ മേസന്റെ കൂടെ നിന്നിട്ടുണ്ട്. അല്ലെ, കല്ല് പൊട്ടിച്ച് കൂടത്തടിക്കാൻ. അതൊക്കെ ഇച്ചിരി കട്ടിയുള്ള പണിയാണ്. പക്ഷെ സുവിശേഷം അങ്ങനെയല്ല കേട്ടോ. പൗലോസ് പറയുന്നത് ബലഹീനതയിൽ, ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത്. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ വീണ്ടും ഗലാത്യ ലേഖനം 6-ാം 11-ാമത്തെ വാക്യത്തിലെങ്കിലും 11-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ കാണും, നോക്കുവിൻ എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു, ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തം അല്ലെങ്കിൽ ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിശോധന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു എന്നാണ്. ഇവിടെയും പറയുമ്പോൾ പൗലോസിന്റെ ശുശ്രൂഷയ്ക്കകത്തുള്ള ദൈവ സാന്നിധ്യം, ജഡത്തിൽ സുമുഖം കാണിക്കാൻ ഇച്ഛിക്കുന്നവർ, അങ്ങനെയുണ്ടൊരു കൂട്ടർ. അല്ലേ, ഇവിടെയൊക്കെ നമ്മൾ ക്രിസ്തുവിനെ അല്ലെങ്കിൽ മാതൃകയാക്കണം. ക്രിസ്തുവിനെ മാതൃകയാക്കി കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ അതിന്റെ നടുവിൽ സുവിശേഷം പങ്കുവെക്കണം. അല്ലേലിയ. ഇന്നത്തെ സുവിശേഷ പ്രവൃത്തി എന്നൊക്കെ സുവിശേഷകന്മാരുടെ പ്രവൃത്തി എന്നൊക്കെ പറഞ്ഞാൽ അത് സുവിശേഷം വേലയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. വേലയാണോ വേലവെപ്പാണോ ചിന്തിക്കണം. ഇവിടെ പ്രസ്ഥാനത്തിനകത്ത് മുഴുവൻ സാത്താൻ കയറിക്കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുക. എല്ലാ പ്രസ്ഥാനത്തിനകത്തും സാത്താൻ കയറിക്കിടന്ന് ഊടാടി മറിഞ്ഞുകൊണ്ടിരിക്കുക. അല്ലേലിയ, സ്തോത്രം, പ്രൈസറോ. നമ്മൾ ഓർത്തു വയ്ക്കും, നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ തലമുറയെ വിശ്വാസത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റി? ഈ കാലഘട്ടത്തിൽ വിശ്വാസ തലമുറ എങ്ങനെ നിൽക്കും? അവരെങ്ങനെ വിശ്വാസത്തിൽ അനുഗമിച്ച് മുന്നോട്ട് പോകും? അല്ലേരിയ. കാരണം അവർക്ക് മുമ്പിൽ നിൽക്കുന്നവർ ചെയ്യുന്ന ക്രൂരമായ പ്രവർത്തികൾ കണ്ട് വിശ്വാസികൾ തലമുറ മരവിച്ചു പോയി. എന്നിട്ട് സ്റ്റേജുകളൊക്കെ പ്രസംഗിക്കുകയും ചെയ്യും. അല്ലേരിയ, സ്റ്റേജുകളൊക്കെ പ്രസംഗിക്കുക എന്തെല്ലാം കാര്യങ്ങളാ.
ചെയ്തിട്ട് സ്റ്റേജിലൊക്കെ പ്രസംഗിച്ച് നീ എത്ര സ്റ്റേജിൽ കിടന്ന് ചാടി മറിഞ്ഞ് പ്രസംഗിച്ചും കലിതുള്ളി പ്രസംഗിച്ചാലും ചില ദൈവദാസന്മാരൊക്കെ പ്രസംഗിക്കാണ് കലിതുള്ളി കോപത്തോടെ പ്രസംഗിക്കുന്ന കാണത്തില്ലേ? അതുകൊണ്ട് എന്ത് നേട്ടമാണ് ശ്രോതാവേ നിങ്ങൾക്കുള്ളത്? ചിലരൊക്കെ വെട്ടിക്കോ കുത്തിക്കോ എന്ന് നിനക്ക് വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കലിതുള്ളി പ്രസംഗിച്ചിട്ട് എന്തെങ്കിലും ചലനം ഉണ്ടായിട്ടുണ്ടോ? ഒരു ചലനം ഉണ്ടാകത്തില്ല താങ്കളുടെ വാക്കിൽ നിന്ന്. കാരണം താങ്കൾ കലികളായി പ്രസംഗിക്കുന്നേ അല്ലേ? ഇത് കലികളായി പ്രസംഗിക്കുന്നത് അല്ലെ? ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവെക്കുന്നതാണ്. സുവിശേഷം എന്ന് പറയുന്നത് പൗലോസ് അവൻ ജഡത്തിൽ ബലഹീനതയുണ്ടായിട്ടും ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവെക്കുക, ക്രിസ്തുവിന്റെ സന്തോഷം പങ്കുവെക്കുക, ക്രിസ്തുവിന്റെ ആനന്ദം പങ്കുവെക്കുന്നതാണ്. ഇന്ന് പകലിന്റെ കേൾക്കുന്ന മാതാപിതാക്കളെ ഞാൻ പറയട്ടെ, ആത്മീയ ജീവിതത്തിൽ വിശ്വാസത്തിൽ മുതിർന്ന ആത്മീയ നേതാക്കന്മാരെ നോക്കി നീ പോകരുത്. പോയാൽ നീ താഴെ വീഴും. അല്ലേ? നിങ്ങളുടെ സഭയിൽ ഒരുപാട് ആത്മീയ നേതാക്കന്മാർ നിങ്ങളെക്കാൾ മുതിർന്നവർ കാണും. അവർ വലിയ മാതൃകകളുള്ളവരാണ് പറയും, പക്ഷെ അവരുടെ ജീവിതമില്ല. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തിൽ നിൽക്കുന്ന നിങ്ങൾ ആത്മീയ നേതൃത്വത്തെ നോക്കി നിങ്ങൾ യാത്ര ചെയ്യരുത്. അവർ നിങ്ങളെ കൊണ്ട് കുഴിച്ചാടിക്കും. അവർ ഞണ്ട് നടക്കുന്നവർ നടക്കുക. ആമൻ വെള്ളം ധരിച്ചിട്ടുണ്ട്, മുഖം ക്ലീൻഷയൊക്കെ മീശയൊക്കെ വടിച്ചിട്ടുണ്ട്. ആമൻ നല്ല വേഷഭൂഷാദയൊക്കെ കഴിഞ്ഞ് ബൈബിളൊക്കെ കയ്യിലുണ്ട്. പക്ഷെ അവർ നടക്കുന്ന ഞണ്ടിനെ പോരാ. ഞണ്ടങ്ങനെ നടക്കുന്നു. ഞണ്ട് മുമ്പോട്ട് നടക്കുന്നില്ല, പുറകോട്ട് നടന്ന് ഞണ്ട് കുഴിയിലേക്ക് വീഴുന്നതുപോലെ വിശ്വാസത്തിന്റെ തീക്ഷ്ണതയിൽ വന്ന അനവധി ദൈവദാസന്മാർ ഇന്ന് സാത്താൻ താൻ വെളിച്ചതൂതിന്റെ വേഷം ധരിച്ചെന്ന് പറഞ്ഞ പോലെ അവർ വെളിച്ചതൂതിന്റെ വേഷം ധരിച്ച് ഞണ്ടിനെ പോലെ പുറകോട്ട് നടക്കുക, കുഴി വീഴുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യുവ തലമുറയോട് പറയട്ടെ, ആത്മീയ നേതാക്കന്മാരെ കണ്ട് നീ പഠിക്കരുത് കേട്ടോ. പഠിച്ചാൽ നീ കുഴി വീഴും. കാരണം അവർക്ക് കസേരകളിയാ ലേരിയ. കസേരകളി അധികാരത്തിന് മോഹമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കസേരയെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ കേട്ടോ ഇല്ലെന്ന് അറിയത്തില്ല. കസേരയുടെ 4 സ്വഭാവം ഞാൻ പറഞ്ഞായിരുന്നു. പ്രത്യേകിച്ച് 4 കാലിന്റെ 4 സ്വഭാവം അല്ലേ? അപ്പൊ നിങ്ങൾ അത് നോക്കരുത്, യേശുവിനെ നിങ്ങൾ നോക്കണം. പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, വിശ്വാസ സമൂഹത്ത് പറയാനുള്ളത്, നിങ്ങൾ യേശുവിനെ നോക്കണം. യേശു പറഞ്ഞത് എന്താണ്? ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശകത്തെ തന്നെ അനുഗമിക്കട്ടെ. അപ്പൊ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിപ്പാൻ ആഗ്രഹിച്ചാൽ നിങ്ങൾ ആത്മീയ നേതൃത്വത്തെ നല്ല നിങ്ങൾ നോക്കേണ്ടത്. യേശുവിനെ നോക്കിയിട്ട് യേശു നമുക്ക് വേണ്ടി ഗത്സമനെ തൊട്ട് ഗൊൽഗോത്ത വരെ ചുമന്ന ക്രൂശ്, അവൻ സഹിച്ച പാടുകൾ, വേദനകൾ, നിന്ദകൾ, അപമാനങ്ങൾ, കർത്താവ് നമുക്ക് വേണ്ടി തന്ന അവസാന ജീവൻ, അവസാന തുള്ളി രക്തം. അതുകൊണ്ട് നിങ്ങൾ യേശുവിനെ കണ്ടുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ കാൽപ്പാട് മാതൃകയായി ആ കാഴ്ചയോട് നമ്മൾ പിന്തുടരാൻ കേട്ടോ. നേതൃത്വത്തെ കണ്ട് നമ്മൾ കുഴിച്ചാട് അവർ രണ്ടിനെ പോലെ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ അല്ലേ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവുമായിട്ട് വലിയൊരു ബന്ധമുണ്ടാകണം. ഇവിടെ ഒരു പ്രാവശ്യം യേശു തന്റെ ശിഷ്യന്മാരുമായി അല്ലേലിയ ആമയ്ക്കറിഞ്ഞ് പൗലോസിനെ ബലഹീനതയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പക്ഷേ യേശു ഒരിക്കൽ തന്റെ ശിഷ്യന്മാരുമായിട്ട് യാത്ര ചെയ്തൊരു സംഭവം മർക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അറിയാവുന്നതാണ്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 തൊട്ട് 41 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. അല്ലയോ, മറ്റു ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറിക്കൊണ്ട് അത് മുങ്ങുമാറായി. താൻ അമരത്ത് തലയെണ്ണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞ് കാറ്റമർന്നു. വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ എന്ന് തമ്മിൽ പറഞ്ഞ ഭാഗം നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത് കേട്ടോ. നമ്മളിവിടെ വായിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, യേശു തന്റെ ശിഷ്യന്മാരോട് കൂടെ ഇരുന്നപ്പോൾ കടൽക്ഷോഭവും കൊടുങ്കാറ്റും ഉണ്ടാകിയ പടക് മുങ്ങിപ്പോകുമാറ് പടക് കടലിൽ ഇളകുവാൻ തുടങ്ങി. വെള്ളത്തിന്റെ ഇളക്കം കടലിൽ പടകിളകാൻ തുടങ്ങി. അല്ലേലിയ, ശിഷ്യന്മാർ ഭയന്ന് കപ്പലിന്റെ അഥവാ പടകിന്റെ അടിത്തട്ടിൽ ക്ഷീണത്തോടു കൂടി വിശ്രമിക്കുകയായിരുന്ന യേശുവിനെ അവർ തട്ടി ഉണർത്തി. ലേരിയ അപ്പം തടാകത്തിൽ വെള്ളം ഇളകി, തിരകൾ ഇളകി, തിരകൾക്ക് മുകളിൽ പടകിളകി.
പടകിളകി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഭയന്നു. അമരത്ത് തലയിണ വെച്ച് കിടന്നുറങ്ങിയായിരുന്നു യേശുവിനെ അവർ തട്ടി ഉണർത്തി. മലേറിയ യേശുവിനെ അപ്പം ഇവിടെ പൗലോസിനെ പോലെ തന്നെ ഇവർ ബലഹീനരായി മാറി. അല്ലരിയ പൗലോസ് അല്ലരിയ കർത്താവിനോട് 3 വട്ടം പ്രാർത്ഥിച്ച ശിഷ്യന്മാർ യേശുവിനെ തട്ടി ഉണർത്തി. യേശു എഴുന്നേറ്റ് അല്പവിശ്വാസികളെ ഭയപ്പെടുന്നത് എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് അല്ലേരിയ ചോദിച്ചുകൊണ്ട് കാറ്റിനെയും കടലിനെയും ശാസിച്ചമർത്തി. അല്ലേരിയ യേശു എഴുന്നേറ്റ് എന്ത് ചെയ്തു? കാറ്റിനെയും കടലിനെയും ശാസിച്ചമർത്തി. അപ്പോൾ ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ടു, ഇവനാ കാറ്റും കടലും കൂടെ ഇവന്റെ വാക്കിനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ശിഷ്യന്മാരും വലരിയ യേശുവിടെ യാത്ര ചെയ്യുമ്പോൾ കടലിളകി തിരകൾ പൊങ്ങി പടകു വെള്ളത്തിലിളകി. വെള്ളത്തിലിളകി ശിഷ്യന്മാർ ഭയന്നു. അവർ യേശുവിനെ തട്ടി വിളിച്ച് ഉണർത്തി. യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തത വരുത്തി ആ ഒരു ശുശ്രൂഷ വേദപുസ്തകത്തിൽ നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ശുശ്രൂഷ നിങ്ങൾ കാറ്റിനെയും കടലിനെയും ശാസിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? എന്തിന് നിങ്ങളുടെ മുമ്പിൽ വരുന്ന ചെറിയൊരു തലവേദനക്കാരന്റെ തലവേദനയെ ശാസിച്ച് പുറത്താക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? എന്തുകൊണ്ട് നിങ്ങൾക്കത് ഇല്ലാതായി പോയി? പൗലോസ് വെളിപ്പാടുകളുടെ ആധിക്യത്തിൽ നിഗളിച്ചു പോകാതിരിക്കുവാൻ തന്റെ ജഡത്തിൽ ഒരു ശൂലം കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലരിയ നിങ്ങൾ ദിവ്യാഗ്രഹത്തിന്റെ ധനത്തിന്റെ ആഗ്രഹത്താൽ നിഗളിച്ച് നടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ശുശ്രൂഷ വെളിപ്പെടുന്നില്ല. ഇന്ന് നിങ്ങളുടെ ശൂലം എന്താ? ധനമാണ്, ദിവ്യാഗ്രഹമാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു കാറ്റിനെയും കടലിനെയും ശാസിച്ചവർ ശാന്തത വന്നതുപോലെ അവന്റെ ശിഷ്യന്മാർ, യേശുവിന്റെ ശിഷ്യന്മാർ, ഇന്ന് ഈ കാലഘട്ടത്തിൽ സുവിശേഷം ചുമക്കുന്ന അവന്റെ ഫടന്മാർ അല്ലേറിയ നാം കർത്താവ് യേശു ക്രിസ്തുവിന്റെ അധികാരത്തിന്റെ ശുശ്രൂഷ വെളിപ്പെടുത്തണം. അല്ലേരി നമ്മുടെ ശുശ്രൂഷയിൽ അധികാരം വെളിപ്പെടണം. നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നവരെ നമുക്ക് സൗഖ്യമാക്കാൻ കഴിയണം. ശിഷ്യന്മാർ പടക് ഇളകി കഴിഞ്ഞപ്പം ഭയന്ന് വിറച്ചു. പടകിന്റെ ഇളക്കം കൊണ്ട് പടക് മുങ്ങുമോ എന്നവർ ഭയപ്പെട്ടു. പടക് മുങ്ങിയാൽ എല്ലാവരും മുങ്ങും വെള്ളത്തിൽ. രാത്രിയാണ്, എങ്ങനെ നീന്തി രക്ഷപ്പെടുക, കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയുള്ള മനസ്സിന്റെ വിചാരങ്ങൾക്ക് നടുവിലാണ് അവർ യേശുവിനെ തട്ടി ഉണർത്തിയത്. അത് നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ ദൈവം തന്ന്, പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ മയങ്ങിപ്പോയി ഉറങ്ങിപ്പോയി എന്ന് പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ ഉണ്ടോ എന്ന് നീ തിരിച്ചറിഞ്ഞിട്ട് നിന്റെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ആത്മശക്തിയെ നീ തട്ടി ഉണർത്തണം. രക്തം ചെയ്യും മലേറിയ. എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അനുഭവമാണ്. അതിന്റെ നടുവിൽ ദൈവം നമ്മെ ശുശ്രൂഷയുമായി നിർത്തിയിരിക്കുമ്പോൾ നാം മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന ശുശ്രൂഷകൾ നമ്മളിൽ നിന്ന് വെളിപ്പെടുത്തണമെങ്കിൽ ദൈവ കൃപ നമ്മുടെ മേൽ വേണം. അല്ലേലൂയ. ഇന്നത്തെ 100% വിശ്വാസികൾ നോക്കിക്ക് അതിൽ 90% ആളുകൾക്ക് കൃപ നഷ്ടപ്പെട്ടു വരാം. കൃപ നഷ്ടപ്പെട്ടു പോയി. അല്ലേലൂയ. കൃപ നഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ സഭയ്ക്കകത്ത് അടിപിടി ഉണ്ടാക്കുന്നത്. കൃപ നഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ സ്ഥാനമാനത്തിന് വേണ്ടി പിടിവലി നടത്തുന്നത്. കൃപ നഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ പക്ഷാഭേദം വിഭാഗിത ഉണ്ടാക്കുന്നത്. കൃപയുള്ളവൻ ആ മര്യാദയ്ക്ക് താന്നിരിക്കും, കൃപയുള്ളവൻ അടങ്ങിയിരിക്കും. അല്ലേരി. കൃപയില്ലാത്തവൻ നിഗളിക്കും. അല്ലേരിയ. അതാണ് നിഗള മനോഭാവം സഭയ്ക്കകത്ത് കടന്നുകൂടി, പ്രസ്ഥാനത്തിൽ കടന്നുകൂടി ദൈവമക്കൾ ഇത് വെളിപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് കർത്താവ് പറയും, നിഗളികളോട് ദൈവം എതിർത്തു നിൽക്കുന്നു. നിഗളികളോട് ദൈവം എതിർത്തുന്ന താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു എന്ന് യാക്കോബിന്റെ ലേഖനം അല്ലെ വായിച്ച് നോക്ക്. അപ്പൊ നമ്മൾ ഈ കാലഘട്ടം നിഗളിച്ചു പോകുവാനല്ല ദൈവാത്മാവ് പറയുന്നത്, ദൈവസനെ താഴ്വാനാ. അല്ലേരിയ. താഴ്ന്നിരുന്നുകൊണ്ട് കർത്താവിന്റെ വചനത്തെ നീ ഉയർത്തണം കേട്ടോ. അല്ലേരിയ. പൗലോസ് തന്റെ ബലഹീനതകളുടെ നടുവിലും സുവിശേഷം അറിയിപ്പാൻ താല്പര്യപ്പെട്ടതുപോലെ ജീവിതത്തിൽ ബലഹീനതകൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ തളർന്ന് താളടിയായി മാറാതെ സുവിശേഷം പറയാനുള്ള ദൈവകൃപ നിങ്ങളുടെ മേലുണ്ടായിരിക്കണം. ഇവിടെ എന്താ നമുക്ക് വേണ്ടി? ദൈവകൃപയാ വേണ്ടത്. ഇന്ന് കൃപ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അല്ലേരിയ. അപ്പം എന്റെ കൃപ നിനക്കും അത് എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് യേശു ക്രിസ്തു അല്ലേരിയ പൗലോസിനോട് പറഞ്ഞ ശക്തമായ ദൂത്.
ഇന്നത്തെ ഇതിൽ പൗലോസ് തളർന്ന അവശനായി മാറിയ ചരിത്രമില്ല. തന്റെ ജീവിതത്തിൽ തളർച്ചകളും ക്ഷീണങ്ങളും മരണസമാനമായ അനുഭവങ്ങളൊക്കെ പൗലോസ് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും സുവിശേഷം എന്ന് പറയുന്ന നിർബന്ധം തന്റെ മേൽ കിടക്കുന്നത് കൊണ്ട് തന്നാൽ ആവോളം സുവിശേഷ വേല ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, പൗലോസ് ചെയ്ത സുവിശേഷ വേലയാണ്. യേശു ചെയ്ത സുവിശേഷ വേലയാ. യേശുവിന്റെ ശിഷ്യന്മാർ ചെയ്ത സുവിശേഷ വേലയാ. ആദിമ സഭ ചെയ്ത സുവിശേഷ വേലയാ. നിങ്ങൾ എന്ത് വേലയാ ചെയ്യുന്നത്? നിങ്ങൾ വേല ചെയ്യണോ അതോ വേല വെക്കുകയാണോ ചെയ്യുന്നത്? ചില വേല ചെയ്യുന്നവരുണ്ട്, വേല വെക്കുന്നവരുണ്ട്. അല്ലേ, അവരെ പറയാൻ പാരം വെക്കുന്നവരെന്നൊക്കെ പറയാലേ. അങ്ങനെ ചില ഇന്നത്തെ കാലഘട്ടത്തിൽ നാം സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേണം ഒരുങ്ങാൻ. ലേരിയ സുവിശേഷ വേലയ്ക്ക് വേണം പ്രാധാന്യം കൊടുക്കാൻ. സുവിശേഷ വേലയ്ക്ക് വേണം നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കാൻ. അല്ലേരി അതുകൊണ്ട് പൗലോസ് പറഞ്ഞ വാക്യം ഞാൻ വീണ്ടും ആവർത്തിച്ച് വായിക്കാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം വീണ്ടും പറയുന്നത്, ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളുടെ സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ജഡത്തിലെ ബലഹീനത നിമിത്തം പൗലോസ് എന്താ ചെയ്യുന്നത്? ഒന്നാമത് സുവിശേഷം അറിയിക്കുന്നത്. അല്ലേരിയ പൗലോസ് യഥാർത്ഥത്തിൽ വേല ചെയ്താണ്. അല്ലേരിയ നിങ്ങൾ യഥാർത്ഥത്തിൽ കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ടോ ശ്രോതാവേ? അല്ലേരി അതോ ഈ കസേരയ്ക്ക് വേണ്ടി ഓടി നടക്കുകയാണോ? സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയാണോ? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എന്താണ് നിങ്ങളുടെ പ്രവൃത്തി? ഇന്ന് പകൽ ഞാൻ പറയട്ടെ, യേശു വരാൻ സമയമായി. ഇവിടെ കർത്താവ് മധ്യാകാശത്തിന്റെ സമയച്ചേർക്കം വരാൻ സമയമായി. കർത്താവിന്റെ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മധ്യാകാശത്തിൽ ഇറങ്ങി വരുമ്പോൾ മുമ്പേ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തി നിൽക്കുന്ന കൂട്ടത്തിൽ താങ്കളങ്ങ് മരിച്ചുപോയി. കർത്താവിന്റെ വരവിന് മുമ്പേ താങ്കളങ്ങ് മരിച്ചുപോയി, മണ്ണിലടക്കപ്പെട്ടാൽ കർത്താവിന്റെ വരവ് ഉയർത്തെഴുന്നേക്കുന്നതിൽ ഉറപ്പുമല്ലോ ഉണ്ടോ? ഇനിയല്ല കർത്താവ് അല്ലെങ്കിൽ നിങ്ങൾ അഥവാ മരിച്ചില്ലെങ്കിൽ കർത്താവിന്റെ വരവ് രൂപാന്തരം പ്രാപിക്കുന്ന ഉറപ്പുമല്ലോ ഉണ്ടോ? ഇത് രണ്ടിന് ഏതെങ്കിലും ഉറപ്പോടുകൂടി ജീവിക്കണം. ഇത് രണ്ടുമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ കർത്താവ് മരിച്ചു കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കൊന്നും ഉറപ്പില്ല, അവർക്ക് രൂപാന്തരം പ്രാപിക്കുന്ന ഉറപ്പില്ല. അവർക്ക് ഈ ഭൂമിയിലെ അധികാരം വേണം. ലേരിയ തലമുറകൾ ഇത് കണ്ടു പഠിക്കരുത് കേട്ടോ. തലമുറകൾ ഇത് കണ്ടു പഠിക്കരുത്. നിങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കണം. തന്നെത്താൻ നിങ്ങൾ ത്യജിച്ചിട്ട് ഇവരെയൊക്കെ നിങ്ങൾ ത്യജിച്ച് മാറ്റി നിർത്തി. ഇവിടെ സ്വഭാവം, ഇവിടെ രൂപം, ഇവിടെ ഭാവം, ഇവിടെ ആംഗ്യ ഭാഷ, ഇവിടെ മുഖത്തിന്റെ ഭാവങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ത്യജിക്കേണ്ടത് ത്യജിച്ചിട്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കാൻ അവന്റെ ക്രൂശ് എടുത്ത് നിങ്ങൾ അനുഗമിക്കുക. യേശുവിനെ മാതൃകയാക്കണം. അല്ലേരിയ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് ഞാൻ കാഴ്ചയോട് വെച്ച് ചോദിക്കുന്നത് ഒരു മാതൃകയായിട്ട് വെച്ചെന്ന് പറഞ്ഞ് 10:2 24 വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമുക്ക് യേശുവിനെ ആവശ്യം. നമുക്ക് പ്രസ്ഥാനമല്ല ആവശ്യം, നേതാക്കന്മാരെയല്ല ആവശ്യം, നമുക്ക് യേശുവിനെ ആവശ്യം. ഇന്ന് അനവധി ആളുകൾ നേതാക്കന്മാരെയാണ് ആവശ്യപ്പെടുന്നത്. നേതാക്കന്മാരുടെ പിന്നാലെ നടക്കുക, നേതാക്കന്മാരെ വേണ്ടിയത്. പലർക്കും നേതാക്കന്മാരാകണം. യേശു ശിഷ്യനാകാൻ ആഗ്രഹിച്ചു. യേശു നമ്മളെ ശിഷ്യനാക്കുമ്പോൾ നമ്മൾ നേതാക്കന്മാരാകുക. യേശുവിനെ ഒരിക്കൽ ജനം പിടിച്ച് രാജാവാക്കാൻ ശ്രമിച്ചു. യേശു എന്ത് ചെയ്ത് അവിടെ ഒഴിഞ്ഞുപോയി. നമ്മളെ ആരെയും പിടിച്ച് രാജാവാക്കാൻ ശ്രമിക്കാതെ നമ്മൾ ഓടിച്ചെന്ന് ഇരുന്ന അവൻ നിന്നു കൊടുക്കും. യേശു പിടിച്ചു പോയി. ഇന്ന് നമ്മളെ കർത്താവ് ശിഷ്യനാക്കി മാറ്റി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ശിഷ്യനാകാൻ താല്പര്യമില്ല, നമ്മൾ ദാസനാകാൻ താല്പര്യമില്ല. നമ്മൾ എന്ത് ചെയ്യും? നേതാവാകാൻ ആഗ്രഹിക്കുന്നേ. പ്രേസരോ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ആത്മജീവിതത്തിന് വില കൊടുക്കണം കേട്ടോ. സുവിശേഷത്തിന് വില കൊടുക്കണം. നീ അല്ലേലിയ സുവിശേഷം കോപത്തോടെ, വൈരാഗ്യത്തോടെ, വാശിയോടെ, പ്രതികാര മനോഭാവത്തോടെ, ദിവ്യാഗ്രഹത്തോടെ, ജഡത്തിന്റെ ചിന്തകൾക്കനുസരിച്ച് പ്രസംഗിക്കേണ്ടതല്ലിത്. സ്നേഹത്തോടെ യേശുവിന്റെ സ്നേഹം പങ്കുവെക്കുന്നതാ രക്തം ചെയ്യും. പ്രൈസറോ അല്ലേലിയ. അവിടെ നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരണം. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത് അല്ലേലിയ എഫേസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുക. എഫേസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ എഫേസ് ലേഖനം 3-ാം അധ്യായം അല്ലേലിയ വരുമ്പോൾ ചില ഭാഗങ്ങൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സ്തോത്രം അല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ ഇപ്പോഴും എല്ലാറ്റിനു വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുവേൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്ന, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്ന. അല്ലേലൂയ.
നമ്മൾ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുമ്പോഴാണ് ദൈവിക ശുശ്രൂഷ നമ്മുടെ മേൽ വെളിപ്പെടുക എന്ന് പറയുന്നത്. അല്ലെ, എഫെസ്യർ ലേഖനം 5:20 ഞാൻ വായിച്ചത് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. വായിച്ചത് അത് അതുപോലെ എഫെസ്യർ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അല്ലെ അവിടെ ഇട്ടിരിക്കുന്ന, എന്നാൽ നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. അല്ലേ? അപ്പൊ നമ്മൾ ചോദിക്കുന്നത് നനയ്ക്കുന്നതൊക്കെ അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ള ഒരു നല്ല ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ യേശു നാൾതോറും നമുക്കുള്ളിൽ ഇരിക്കണം. യേശു നാൾതോറും നമ്മുടെ ഉള്ളിൽ ഇരിക്കണം. ആമേൻ. ക്രിസ്തുവിനെ ഏറ്റുകൊണ്ട് ഓരോ ക്രിസ്ത്യാനികളും തൻ്റെ ഉള്ളിൽ ആമേൻ ദൈവ സാന്നിധ്യം ഇറങ്ങാൻ വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ വരുന്നത്. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിന്റെ ശക്തിയെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കണം. യേശുവിന്റെ ശക്തിയെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ അനുഭവിക്കണം. ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ടാണ് ഈ കൃപ നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ കൃപ നമുക്ക് എന്നോട് നൽകിയിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന്റെ മർമ്മങ്ങൾ, രൂപങ്ങൾ, ഭാവങ്ങൾ നമുക്ക് വിവേചിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. അതാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് ക്രിസ്തുവിന്റെ ശക്തി ആത്മാവിൽ ഉണ്ടാകുന്ന സകല കലക്കങ്ങളെയും ഭയത്തെയും നീക്കിക്കളയുന്നതാണ്. ക്രിസ്തുവിന്റെ ശക്തി, ദൈവശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സകല കലക്കങ്ങളെയും ഭയങ്ങളെയും വിരട്ടി ഓടിക്കും. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവേ, പലതിനെയും നീ കണ്ട് ഭയപ്പെട്ട് നീ ജീവിതത്തിൽ തകർന്ന് താളടിയായി കടന്നു പോകുന്ന അനുഭവമാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, ഹല്ലേലൂയ, നീ ലോകത്തെ കണ്ട് ലോകത്തിന്റെ ഇമ്പങ്ങളിൽ നീ വീണ്ടും നീ ഭയപ്പെട്ടു പോകരുത്. കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ദൈവശക്തി നിന്റെ മേലുണ്ടെങ്കിൽ, ആത്മാവിന്റെ ശക്തി നിന്റെ മേലുണ്ടെങ്കിൽ അത് നിന്റെ ഉള്ളിലെ ഭയത്തെ വിരട്ടി ഓടിക്കും. ഹല്ലേലൂയ. നീ കടന്നു പോകുന്ന ശോധന വലുതാ, നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികൾ വലുതാ, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വളരെ വലുതാ, അത് ഒരുപാട് ദുർഘടങ്ങൾ നിറഞ്ഞതാ, കഷ്ടത നിറഞ്ഞതാ. നിങ്ങൾക്കൊരിക്കലും ഒരുപക്ഷെ പിടിച്ചു നിൽപ്പാൻ കഴിയാത്തതായിരിക്കും. നിങ്ങൾക്ക് ഒരുപക്ഷെ അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല, അതിനോട് താരതമ്യം ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. അത്രമാത്രം ബലഹീനത നടുവിലൂടെ നീ കടന്നു പോയാലും ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ക്രിസ്തുവിന്റെ ശക്തി നിന്റെ പേരുണ്ടോ? അവന്റെ കൃപ നിന്റെ പേരുണ്ടോ? നീ തളരുകയില്ല. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്തെ അരാജകത്വങ്ങൾ മാറുവാൻ, കുടുംബത്തിന്റെ ശാപങ്ങൾ മാറുവാൻ, കുടുംബത്തിന്റെ ബന്ധനങ്ങൾ അഴിയുവാൻ, കുടുംബത്തോട് പോരാട സാത്താനി പോരുകൾ നിന്റെ തലമുറയെ നശിപ്പിക്കുന്ന, നിന്റെ കുടുംബത്തെ മദ്യത്തിന് അടിമയാക്കി മാറ്റുന്ന, നിന്റെ ജീവിതത്തെ തകർത്ത് കളയുന്നതിന്, കുടുംബത്തിനകത്ത് അസമാധാനം കൊണ്ടുവരുന്ന, നിന്റെ നന്മയെ ചോർത്തിക്കളയുന്നതിന്, ശരീരത്തെ ബലഹീനമാക്കുന്ന അന്ധകാരത്തിന്റെ വ്യാപാരങ്ങളെ തകർക്കുവാൻ, അതിനെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ കൃപയാവശ്യമാണ്. ഹല്ലേലൂയ. ദൈവകൃപ നിങ്ങളുടെ മേൽ വസിക്കണമെങ്കിൽ നിങ്ങൾ താഴ്മയുള്ളവനായിരിക്കണം. താഴ്മയുള്ളവർ മേലെ ദൈവകൃപയുള്ളൂ. ഹല്ലേലൂയ. നിഗളികളോട് ദൈവം തന്നെ എതിർക്കും. താഴ്മയുള്ളവന് മാത്രമേ ഈ കൃപയുള്ളൂ. പൗലോസിന്റെ ജീവിതത്തിൽ താഴ്മയെ ദൈവം കണ്ടു. ഹല്ലേലൂയ. പൗലോസ് മുമ്പത്തെ പോലെ നടന്നിരുന്നെങ്കിൽ പൗലോസിന് ഈ സുവിശേഷം അറിയിപ്പാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ സന്ദർശനത്തിലൂടെ, യേശുവിന്റെ സ്പർശനത്തിലൂടെ പൗലോസ് എന്ത് ചെയ്തു? താഴ്മയുള്ളവനായി മാറി. ഹല്ലേലൂയ. തന്റെ ജഡത്തിൽ തന്നെ കുത്തുവാൻ തക്ക വിധത്തിൽ ശൂലം ഉണ്ടായിട്ടും ഹല്ലേലൂയ പൗലോസ് എന്ത് ചെയ്തു? യേശുവിനോട് 3 വട്ടം പ്രാർത്ഥിച്ചപ്പോൾ യേശു പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അത് ഏത് പ്രതിസന്ധികളുടെ നടുവിലും നിനക്ക് നിൽക്കണമെങ്കിൽ ദൈവകൃപ ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവകൃപ നമ്മുടെ മേലില്ലെങ്കിൽ നമ്മൾ തളരുക തന്നെ ചെയ്യും. ദൈവകൃപ നിന്റെ മേൽ ഉണ്ടെങ്കിൽ ഏത് സാഹചര്യത്തെ നീ ജയിക്കുക തന്നെ ചെയ്യും. കൃപ നഷ്ടപ്പെട്ടു പോയാൽ, കൃപ നമ്മൾ നീങ്ങിപ്പോയാൽ, കൃപ നമ്മളിൽ വെളിപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം തകർന്നത് തന്നെ. ഹല്ലേലൂയ. പലരും തകരുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? കൃപയില്ലാത്തത് കൊണ്ടാണ്. കൃപയുണ്ടായിരുന്നു, മത്സരം മുഖാന്തരം കൃപ നഷ്ടപ്പെട്ടു പോയി, നിഗള മുഖാന്തരം കൃപ നഷ്ടപ്പെട്ടു പോയി, ദിവ്യാ
ആഗ്രഹം മുഖാന്തരം കൃപ നഷ്ടപ്പെട്ടു പോയി, തമ്മിൽ കലക്കം മൂലം കൃപ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി കൃപ നീ വീണ്ടെടുത്തിട്ട് നീ വീണ്ടും കൃപയിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകിയാൽ അത് ഉറച്ചു നിൽപ്പിൻ. അടിമരൂപത്തിൽ പിന്നെയും വീണു പോകരുത്. നമ്മൾ കൃപയിൽ നിന്ന് വീണു പോകരുത്. കർത്താവ് നിന്റെ മേൽ പകർന്നിരിക്കുന്ന കൃപയുണ്ടല്ലോ, അത് കർത്താവിന്റെ വരവ് വരെ അല്ലെങ്കിൽ നിന്റെ മരണം വരെ കൃപ നിന്റെ മേലുണ്ടായിരിക്കണം. പ്രൈസലോ. കൃപയിൽ നിൽക്കുന്ന നിനക്ക് മാത്രമേ ദൈവവചനത്തിന്റെ അരുളപ്പാടുകൾ ദൈവം വെളിപ്പെടുത്തി തരത്തുള്ളൂ. കൃപയുള്ളവന് മാത്രമേ ദൈവം അഭിഷേകം പകരത്തുള്ളൂ. കൃപയുള്ളവന്റെ ശുശ്രൂഷയ്ക്ക് മാത്രമേ രോഗികൾ സൗഖ്യം പ്രാപിക്കത്തുള്ളൂ. കൃപയുള്ളവരുടെ ജീവിതത്തിൽ മാത്രമേ സമാധാനം ഉണ്ടാകത്തുള്ളൂ. കൃപയുള്ള ഭവനത്തിൽ മാത്രമേ സ്വസ്ഥതയുണ്ടാകത്തുള്ളൂ. കൃപയുള്ളവന് മാത്രമേ ആരാധിക്കാൻ കഴിയത്തുള്ളൂ. കൃപയുള്ളവന് മാത്രമേ സുവിശേഷ ദാഹം ഉണ്ടാകത്തുള്ളൂ. കൃപയുള്ളവന് മാത്രമേ ആത്മഭാരം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽ നിന്റെ മുമ്പിൽ കൃപയുടെ അനുഭവമുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൃപ തന്റെ മേൽ പൗലൂസിന്റെ മേൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് പൗലൂസ് പറഞ്ഞത്, പൗലൂസിന്റെ ബലഹീനതയിലും ഒന്നാമത് സുവിശേഷം അറിയിച്ചു. ഹല്ലേലൂയ. കൃപ നഷ്ടപ്പെട്ടു പോകരുത് കേട്ടോ. ഹല്ലേലൂയ. കൃപ നഷ്ടപ്പെട്ട് പോയാൽ സാത്താൻ നമ്മുടെ ഉള്ളിൽ നുഴഞ്ഞു കയറും. പ്രൈസലോ. ഇന്നത്തെ തലമുറയെ കണ്ടുപിടിച്ചിട്ട് കൃപ നഷ്ടപ്പെട്ട് സാത്താൻ നുഴഞ്ഞു കയറി അവർ ഇന്നത്തെ ലോകത്തിന്റെ മയങ്ങളിലേക്ക് ലോകമയത്തങ്ങളിലേക്ക് നീങ്ങിട്ട് മൊബൈലും ഇന്റർനെറ്റിനും ഒക്കെ അടിമയായി അവർ ഈ കാലഘട്ടത്തിലെ ജഡികമായ കാര്യങ്ങൾക്ക് അടിമപ്പെട്ട് ഭവനത്തിനകത്ത് നോക്കിയ മാതാപിതാക്കളെല്ലാം കൃപ നഷ്ടപ്പെട്ടിട്ട് ഈ മൊബൈൽ അഡിക്റ്റായി അത് തോണ്ടിക്കൊണ്ടിരിക്കുക. കൃപയുള്ള നീ എന്ത് ചെയ്യും? മൊബൈലിന് അഡിക്റ്റ് ആകരുത്. ബൈബിൾ വായിച്ച് പഠിക്കണം. പ്രൈസർ. കൃപയുള്ള നീ എന്ത് ചെയ്യണം? ബൈബിൾ വായിക്കണം. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കകത്ത് ദൈവമക്കൾക്ക് ബൈബിൾ കൊണ്ടുവരാൻ ലജ്ജയായി മാറി. ദൈവമക്കൾ വിശ്വാസികൾ എന്ന് പറയുന്നവർക്ക് ബൈബിൾ സഭയിലേക്ക് കൊണ്ടുവരാൻ നഷ്ടബോധം, എന്തോ കുറ്റബോധം, ബൈബിൾ കൈപ്പിടിക്കുന്നവർ അത് കൊണ്ടുവരാൻ ലജ്ജ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നിനക്ക് കൃപ നഷ്ടപ്പെട്ടു പോയി. കൃപയുണ്ടെങ്കിൽ നീ നിന്റെ ബൈബിൾ നിന്റെ കരങ്ങളെടുത്ത് ഉയർത്തിപ്പിടിച്ച് 4 പേര് കാണുക അഭിമാനത്തോടെ നീ സഭയ്ക്കകത്ത് വരും. അതിനെന്തെയും ബൈബിൾ മാറ്റി മൊബൈൽ മാറ്റി പാട്ട് വെട്ടിയും കണ്ടു വരും. അതിനകത്ത് സകല അശ്ലീലവും നിറഞ്ഞത്, സകല ആശുദ്ധിയും നിറഞ്ഞത്, അതും സഭായോഗത്തിന് മീറ്റിംഗുകൾക്ക് അതും നിവർത്തി വെച്ച് ബൈബിൾ വായിക്കുന്ന സോനാവി സഹോദരി, നീ എത്ര നികഷ്ട ബുദ്ധിയുള്ളവനാ. നീ സഭയ്ക്കകത്ത് മൊബൈൽ നോക്കി ബൈബിൾ വായിക്കാൻ വരിക, സഭയ്ക്കകത്ത് മൊബൈൽ നോക്കി പാട്ട് പാടാൻ വരിക. നിന്നെ നികഷ്ട ബുദ്ധിക്ക് ഉചിതമല്ലാത്ത ചെയ്യുവാൻ വേണ്ടി കർത്താവ് ആണ് ഏൽപ്പിച്ചിരിക്കാന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ അഭിപ്രായം എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല. നീ സഭയിൽ വരുമ്പോൾ മൊബൈൽ നോക്കിയല്ല ബൈബിൾ വായിക്കേണ്ടത്, മൊബൈൽ നോക്കിയല്ല പാട്ട് പാടേണ്ടത്. പാട്ടുപാടാൻ പാട്ടുപുസ്തകം എടുക്കണം. ഇല്ലെങ്കിൽ പാട്ടുകൾ എഴുതിക്കൊണ്ടുവന്ന് പണ്ടത്തെ പോലെ വെച്ച് പാടണം. ബൈബിൾ സഭ വരും ബൈബിൾ തന്നെ കൊണ്ടുവരണം. നല്ല ബൈബിൾ കൊണ്ടുവരുന്ന ഒരു അഭിമാനമാണ്, അതൊരു അന്തസ്സാണ്, അതിനകത്തൊരു യശസ് ഉയർത്താൻ പറ്റും. ഹല്ലേലൂയ. നിനക്ക് അഭിമാനത്തോടെ നിന്റെ കയ്യിലിരിക്കുന്ന നിന്നെ രക്ഷിച്ച കൃപയുടെ വചനത്തെ 4 ആൾ മുമ്പേ ഉയർത്തിപ്പിടിക്കുന്നതിനകത്ത് നീ ലജ്ജിതനായി മാറരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ മടങ്ങി വരണം, മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. സഭയ്ക്കകത്തെ തോന്നിവാസങ്ങൾ മാറ്റിക്കളയണം. സഭ എന്ന് പറയുമ്പോൾ 4 പേര് ഒന്നിച്ചു കൂടുന്ന, 10 പേര് ഒന്നിച്ചു കൂടുന്ന, 1000 പേര് കൂടുന്ന 4 ചുവരുകെട്ടും സഭയും നമ്മൾ വിശേഷിക്കും. അപ്പോൾ തന്നെ ദൈവം തന്റെ സഭയായിട്ട് വേർതിരിച്ചത് എന്നെയും നിങ്ങളെയാ. ഞാനാണ് ദൈവത്തിന്റെ സഭ, നിങ്ങൾ ഓരോരുത്തരുമാണ് ദൈവസഭ. അതുകൊണ്ട് ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടേണ്ടത് മാത്രമേ നമ്മളിൽ വെളിപ്പെടാവുള്ളൂ. ഹല്ലേലൂയ. അതിനപ്പുറം വെളിപ്പെടരുത്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ലേ? നമ്മളെ ഇന്ന് സാത്താൻ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ? സാത്താൻ തോൽപ്പിച്ചത് കൊണ്ടല്ലേ നീ ബൈബിൾ മാറ്റിവെച്ച് മൊബൈൽ എടുത്ത് വായിക്കാൻ തുടങ്ങിയത്? മാനസാന്തരപ്പെടണം കേട്ടോ, മാനസാന്തരപ്പെടണം. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നമ്മുടെ ഉള്ളിൽ ഹല്ലേലൂയ ഉണ്ടാകുന്ന കലക്കങ്ങളിൽ ഭയങ്ങളിൽ ക്രിസ്തുവിന്റെ ശക്തിയാൽ നമുക്ക് നീക്കിക്കളയണം. നാം നിങ്ങളുടെ ബലഹീനതകളിൽ ദൈവശക്തി പൂർണ്ണമായി ശോഭിക്കണം. ഹല്ലേലൂയ. ആകിയ ബലഹീനൻ തന്നെ ബലവാനായി മാറണം. നിങ്ങൾ ബലഹീനനാണ്, പക്ഷെ നിങ്ങൾ ബലവാനായി മാറണം. പൗലോസ് ഉണ്ടോ? ബലഹീനനായിരുന്നു, ബലവാനായി മാറി. അല്ലേ? യേശു ഒറ്റമാക്കി എന്റെ കൃപ മതി പൗലോസ്, നിനക്ക് എന്റെ ശക്തി ബലഹീന തികഞ്ഞു വരുന്നു. അത് കേട്ട മാത്രം ഈ പൗലോസിന്റെ ബലഹീനത മാറിയിട്ട് പൗലോസ് ബലവാനായി മാറി.
ബലമുള്ളവനായി മാറി. താൻ അറിയാത്ത ഒരു വലിയ ശക്തി തൻ്റെ മേൽ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ ബലഹീനതകളെ മറന്നുപോയി. സുവിശേഷം പറയുന്ന പ്രാധാന്യം കൊടുത്ത് ഇന്ന പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ കുടുംബത്തിനകത്ത് സുവിശേഷത്തിന്റെ ശബ്ദം വേണം ഉയരുവാൻ. നിന്റെ ജീവിതത്തിൽ സുവിശേഷ ശബ്ദം വേണം ഉയരുവാൻ. നിന്റെ മക്കളെ നീ അത് പറഞ്ഞ് പഠിപ്പിക്കണം. പ്രൈസലോ. അല്ലെങ്കിൽ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുമ്പോൾ കുറച്ച് കഷ്ടതയൊക്കെ വരും കേട്ടോ. സുവിശേഷത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, യേശുവിനെ അനുഗമിക്കുമ്പോൾ കുറെ കഷ്ടതകളൊക്കെ കടന്നു പോണ്ടി വരും. അല്ലെങ്കിൽ പട്ടുമെത്തയുടെ അനുഭവമല്ല. ഇന്നത്തെ പോലെ ജർമ്മനിയിൽ നിന്ന് മേടിച്ചു വെക്കുന്ന ഈ എമ്മയുടെ അനുഭവമൊന്നും അല്ല സുവിശേഷം കേട്ടോ. ഇന്നിപ്പം കണ്ടില്ലേ, എല്ലാ വീടുകളിലും ഈ എമ്മ എന്താ ബെഡ് ലെരിയ 15 വർഷത്തെ ഗ്യാരണ്ടിയോട് കൂടി, 15-10 വർഷം ഗ്യാരണ്ടിയോട് കൂടി അതെല്ലാവരും വിളിച്ച് വീട്ടിലേക്ക് വരുത്തി അതിൽ സുഖലോലുപ ജീവിതമാണ്. അങ്ങനത്തെ സുഖമല്ല സുവിശേഷം കേട്ടോ. സുവിശേഷം എമ്മ വെട്ടിക്കിടക്കുന്നതല്ല. സുവിശേഷം മുള്ളും പറക്കാരിയും നിറഞ്ഞ അനുഭവമാണ്. കഷ്ടത നിറഞ്ഞതാ. അത് അനുഭവിക്കുവാൻ, അത് സ്വീകരിക്കുവാൻ നിനക്ക് മനസ്സുകൊണ്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സുവിശേഷം നിന്നെ ഏൽപ്പിക്കത്തുള്ളൂ. സുവിശേഷം യേശുക്രിസ്തുവിനോടൊപ്പം കഷ്ടം സഹിപ്പാനുള്ള ആ ഹൃദയത്തിലെ ആഗ്രഹം നിന്റെ ഉള്ളിൽ ഉണ്ടെന്ന് ദൈവത്തിന് തോന്നിയാൽ സുവിശേഷത്തിന്റെ മർമ്മത്തെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. അല്ല, നിനക്ക് പട്ടുമെത്തയുടെ അനുഭവമാണെങ്കിൽ ഒരു വെളിപ്പാട് കിട്ടത്തില്ല. പട്ടുമെത്തിൽ കിടന്ന് സുഖിക്കല്ലാതെ ഒന്നും നിനക്ക് നേടാൻ കഴിയത്തില്ല. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളാകുന്നുള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും, ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും, നിരാശപ്പെടുന്ന ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല എന്ന് 2 കൊരിന്ത്യർ ലേഖനം 4-ാം 7-9 വാക്യങ്ങൾ പൗലോസ് ചില കാര്യങ്ങൾ അക്കമിട്ട് പറയുക. അത് നമ്മൾ പ്രസംഗിക്കും, പക്ഷെ നമ്മളുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതാണ്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നുവെന്ന് 2 കൊരിന്ത്യർ ലേഖനം 4-16 വീണ്ടും ആവർത്തിക്കുക. ഹല്ലേലൂയ. അതെ, പൗലോസ് പറയുക, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും അകത്തുള്ളവൻ ഹല്ലേലൂയ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നത്. എന്തുകൊണ്ട്? പൗലോസിനുമുള്ള കൃപയാണ് അതിന്റെ കാരണം. പൗലോസിനുള്ള കൃപ മുഖാന്തരം താൻ ഒരിക്കലും അധൈര്യപ്പെട്ടു പോവുകയല്ല ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളിൽ വസിക്കുന്നവൻ ഓരോ ദിവസവും നിങ്ങളുടെ ശക്തിയാലും ബലത്താലും നിങ്ങളിൽ വസിക്കുന്നവൻ ഓരോ ദിവസവും നിങ്ങളെ ശക്തിയാലും ബലത്താലും കാത്തു സൂക്ഷിക്കും. നിങ്ങൾക്ക് മേൽക്കുമേൽ ബലം പ്രാപിക്കും. എല്ലാവരും സീയോനിൽ ദൈവസ്ഥനിൽ ചെന്നെത്തുമെന്ന സങ്കീർത്തനം 84:7 വായിക്കുന്നു. വിവരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ആകയാൽ നിങ്ങൾ തളർന്ന പൊടിപടലങ്ങളെ തട്ടിമാറ്റിയിട്ട് ഹല്ലേലൂയ നിങ്ങൾ ദൈവശക്തിയാൽ നിറയപ്പെടണം. നീ തളർന്നിരിക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നീ ബലത്തോടെ സുവിശേഷം പറയാൻ വേണ്ടിയാ. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന പകൽ കഷ്ടം സഹിക്കുന്ന, നൊമ്പരപ്പെടുന്ന, ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ട്, ബലഹീനത കടന്നു പോകുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ലോകത്തിൽ അതിൽ ജീവിക്കുമ്പോൾ സുവിശേഷം പറയാൻ പൗലോസിനെ പോലെ ഒരു ദൃഢവാഞ്ച് ഉറപ്പ് നമുക്കുണ്ടാകട്ടെ. അത് നമ്മുടെ കുടുംബത്തിൽ തലമുറയിൽ ഉണ്ടാകട്ടെ. ഈ ലോകത്തെ കണ്ട് നമ്മൾ പഠിക്കരുത്. ലോകത്തിൽ പലതും നടക്കും, സഭയിൽ പലതും നടക്കും. പക്ഷേ നാം ക്രിസ്തുവിന്റെ ക്രൂശിൽ അവനെ അനുഗമിപ്പാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എന്നെ എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ഈ വചനം കേട്ടുകൊണ്ട് ഇങ്ങനെ കേരളത്തിൽ ലോക രാജ്യമുള്ള സകല ദൈവജനത്തെ ദൈവമക്കളെയും സകല ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കുള്ളിലോട്ട് കൊട്ടാരതി വരെ പാർക്കുന്ന എല്ലാവരെയും, എല്ലാ മത സാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയ രംഗങ്ങളും എല്ലാ സയന്റിസ്റ്റ് എഞ്ചിനീയർമാരടക്കം എല്ലാ രാജ്യരാഷ്ട്ര തലവന്മാരടക്കമുള്ള എല്ലാ ഗോത്രവിഭാഗ ദ്വീപുകളെ ആദിവാസി ട്രൈബ് മേഖലയായിരിക്കുന്ന യേശുവിനും ബാലിക കൗമാരി യൗവനത്തിലും വാർദ്ധക്യത്തിലും ജ്ഞാനം വൃത്തിലും അശന യാചകർ ഓർഫന ചോട്ട യുവ തടവറയിലായിരിക്കുന്ന എല്ലാ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഈ ജനം മനസ്സാന്തരപ്പെട്ട് മടങ്ങി വന്ന് കർത്താവേ, പണത്തിന്റെ നികളത്താൽ ദിവ്യാഗ്രഹ നികളത്താൽ ആധിക്യത്തെ നികളിച്ചു പോകാതെ ദൈവത്തിനെ കീഴ്പ്പെടുവാൻ
പൗലോസിനെ പോലെ സുവിശേഷം പറയുവാനുള്ള, സുവിശേഷം പ്രസംഗിക്കുള്ള വലിയൊരു ആത്മധൈര്യം ഈ ജനത്തിന് പകർന്ന കാലം ഇനി അധികമില്ല. കർത്താവിന്റെ വരെ ഏറ്റവും ആസനമായിരിക്കും കാലഘട്ടത്തിൽ ജനം തകർന്നു പോകാതെ സുവിശേഷത്തിലേക്ക് കടന്നിരുവാൻ ദൈവത്തെ ഏൽപ്പിക്കും. ലോകം പാടുള്ള ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് സൂക്ഷിക്കണമേ. ഉപദ്രവങ്ങൾ, പീഡകൾ വർദ്ധിക്കുമ്പോൾ അതിന് നിലവിൽ സുവിശേഷത്തിന് ശക്തിമായി നിൽപ്പാൻ കൃപ കൊടുക്കണം. സുവിശേഷ വിരോധികൾ, തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ, സുവിശേഷത്തിനെതിരായി നിൽക്കുന്ന സകല ജടിക ശക്തികളെയും കർത്താവിനെ നീക്കിക്കൊണ്ട് കർത്താവ് ദൈവത്തെ ശക്തീകരിക്കണമേ. സുവിശേഷ മുഖാന്തര കഷ്ടസഹം നൊമ്പരപ്പെടുന്നവരും ജയിലിൽ കിടക്കുന്നവരൊക്കെ മോചിതരായി തീരുവാൻ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സകല മുഖത്ത് എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.